Peripheral nerves link brain and spinal cord to the other part of the body, such as your muscles and skin. ബ്രെയിനിനെയും സ്പൈനൽ കോഡിനെയും നമ്മുടെ മസിൽസും അതുപോലെ തന്നെ സ്കിന്നൊക്കെ ആയിട്ട് കണക്റ്റ് ചെയ്യുന്ന നെർവ്സിനെയാണ് നമ്മൾ പെരിഫറൽ നെർവ്സ് എന്ന് പറയുന്നത്. പെരിഫറൽ നെർവ്സ് ആർ ഫ്രജൈൽ ആൻഡ് ഈസിലി ഡാമേജ്ഡ്. A nerve injury can interfere with the brain's ability to communicate with the muscles and organs. പെരിഫറൽ നെർവ് ഇഞ്ചുറി ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനും അതുപോലെ തന്നെ ഓർഗൻസുമായുള്ള കമ്മ്യൂണിക്കേഷൻ ബ്രേക്ക് ആവും. Patient may also experience numbness or tingling if the nerve is being compressed due to factors such as narrow passageway, tumor or other diseases. പെരിഫറൽ നെർവ്സിൽ എന്തെങ്കിലും കംപ്രഷനോ അതല്ലെങ്കിൽ ട്യൂമറോ ഇതുപോലുള്ള എന്തെങ്കിലും ഡിസീസുകൾ ഉണ്ടാകുമ്പോൾ നെർവ്സിൽ കംപ്രഷൻ ഉണ്ടാകുമ്പോൾ പേഷ്യൻറ്റിന് ഏത് ഭാഗത്തേക്കാണോ നെർവ് സപ്ലൈ ചെയ്യേണ്ടത് ആ ഭാഗത്ത് തരിപ്പും അതുപോലെ തന്നെ ടിംഗ്ലിംഗ് സെൻസേഷൻ, നംനെസ് ഇതെല്ലാം അവർക്ക് ഫീൽ ചെയ്യും. It is important to get medical care for a peripheral nerve injury as soon as possible because nerve tissue can be repaired. പെരിഫറൽ നെർവ്സ് ഇഞ്ചുറി ഉണ്ടാകുന്ന സമയത്ത് അത് പെട്ടെന്ന് തന്നെ റിപ്പയർ ചെയ്തിട്ടില്ലെങ്കിൽ അതൊരു പെർമനൻ്റ് ഡാമേജിലേക്ക് പോകും. ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ നമുക്കത് പെട്ടെന്ന് റിപ്പയർ ചെയ്ത് എടുക്കാനും പറ്റും. ഏർലി ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെൻറ്റ് ക്യാൻ പ്രിവെൻറ്റ് കോംപ്ലിക്കേഷൻസ് ആൻഡ് പെർമനൻ്റ് ഇഞ്ചുറി. ഇനി നമുക്ക് ഒരു നെർവിൻ്റെ സ്ട്രക്ചർ എന്താണെന്ന് പരിശോധിക്കാം. നെർവിന് പ്രധാനമായിട്ടും 3 ലെയറുകളുണ്ട്: എപ്പിന്യൂറിയം, പെരിന്യൂറിയം ആൻഡ് എൻഡോന്യൂറിയം. എപ്പിന്യൂറിയം എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് ആൻ ഔട്ടർ കവറിംഗ് വിച്ച് ഫോംസ് എ ഷീറ്റ് അറൗണ്ട് ദ നെർവ് കോൾഡ് ദ എപ്പിന്യൂറിയം. നെർവിൻ്റെ ചുറ്റുമുള്ള ഒരു ഷീത്തിനെയാണ് എപ്പിന്യൂറിയം എന്ന് പറയുന്നത്. കവർ ചെയ്യുന്ന ഷീത്തിനെയാണ് എപ്പിന്യൂറിയം എന്ന് പറയുന്നത്. നെർവ് ഫൈബേഴ്സ് വിച്ച് ആർ ആക്സോൺസ് ഓർഗനൈസ് ഇൻ ടു ദ ബണ്ടിൽസ് known as fascicles, which each fascicle surrounded by the perineurium. ഓരോ ഫൈബേഴ്സും അതായത് ആക്സോൺസിനെ ബണ്ടിലാക്കിയിട്ട് ആ ബണ്ടിലിനെ ഒരു ഓർഗനൈസ് ചെയ്തതിനെയാണ് നമ്മൾ ഫാസിക്കിൾസ് എന്ന് പറയുന്നത്. ഈ ഫാസിക്കിൾസിനെ കവർ ചെയ്ത സ്ട്രക്ചറിനെയാണ് നമ്മൾ പെരിന്യൂറിയം എന്ന് പറയുന്നത്. ബിറ്റ്വീൻ ഇൻഡിവിജ്വൽ നെർവ് ഫൈബർ ഈസ് ആൻ ഇന്നർ ലെയർ ഓഫ് എൻഡോന്യൂറിയം. ഓരോ നെർവ് ഫൈബറും അതിൻ്റെ കവർ ചെയ്തുകൊണ്ട് വേറൊരു ലെയറുണ്ട്, എൻഡോന്യൂറിയം എന്നാണ് ആ ലെയറിൻ്റെ പേര്. അപ്പോൾ ഈ ലെയറിന് അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് നമ്മൾ നെയിം ചെയ്യുകയാണെങ്കിൽ ആദ്യം എൻഡോന്യൂറിയം, ഓരോ നെർവ് ഫൈബറിനെയും കവർ ചെയ്തിട്ടുള്ള സ്ട്രക്ചറാണ് എൻഡോന്യൂറിയം. അതുപോലെ തന്നെ ഇങ്ങനെ കവർ ചെയ്ത ഒരു കൂട്ടം ആക്സോണുകളെ ഒരു ബണ്ടിലാക്കിയാൽ അതിനെ നമ്മൾ പെരിന്യൂറിയം എന്ന കവറിങ്ങിലാണ് കാണുക. അതുപോലെ തന്നെ കുറേ പെരിന്യൂറിയമുള്ള ബണ്ടിൽസ് ടോട്ടലി കവർ ചെയ്ത സ്ട്രക്ചറാണ് നമ്മൾ എപ്പിന്യൂറിയം എന്ന് പറയുന്നത്. പെരിഫറൽ നെർവ് ഇഞ്ചുറിയെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് സാധാരണ കേൾക്കുന്ന 2 പദങ്ങളാണ് ഡെർമറ്റോംസ് ആൻഡ് മയോട്ടോംസ്. ഡെർമറ്റോം ഈസ് ആൻ ഏരിയ ഓഫ് സ്കിൻ സപ്ലൈഡ് ബൈ എ സിംഗിൾ സ്പൈനൽ റൂട്ട്. അതായത് ഒരു സ്പൈനൽ റൂട്ടിൽ നിന്ന് വരുന്ന നെർവ് എത്ര ഭാഗത്തേക്ക് സ്കിന്നിൽ ഏതൊക്കെ ഭാഗത്തേക്ക് സപ്ലൈ ചെയ്യുന്നുണ്ടോ അതാണ് ആ റൂട്ടിൻ്റെ ഡെർമറ്റോം. അതുപോലെ തന്നെ മയോട്ടോം റെപ്രസെൻറ്റ്സ് ദി മസിൽ യൂണിറ്റ് സപ്ലൈഡ് ബൈ എ സിംഗിൾ സ്പൈനൽ റൂട്ട്. അതായത് ഒരു സിംഗിൾ സ്പൈനൽ റൂട്ട് റെപ്രസെൻ്റ് ചെയ്യുന്ന മസിൽ ഗ്രൂപ്പിനെയാണ് നമ്മൾ മയോട്ടോം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ക്ലാസിഫിക്കേഷൻസ് ഓഫ് പെരിഫറൽ നെർവ് ഇഞ്ചുറി. പെരിഫറൽ നെർവ് ഇഞ്ചുറി നമ്മൾ 2 രൂപത്തിൽ ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് സെഡൻസ് ക്ലാസിഫിക്കേഷൻ ആൻഡ് സുന്ദർലാൻഡ് ക്ലാസിഫിക്കേഷൻ. ഇൻ സെഡൻസ് ക്ലാസിഫിക്കേഷൻ we can classify the nerve injury into mild to severe pattern. First is neuropraxia. Neuropraxia means it is a temporary paralysis. It occurs due to the nerve compressions. എന്തെങ്കിലും കംപ്രഷനൊക്കെ വരുമ്പോൾ താൽക്കാലികമായിട്ടുണ്ടാകുന്ന പാരാലിസിസിനെയാണ് നമ്മൾ ന്യൂറോപ്രാക്സിയ എന്ന് പറയുന്നത്. അവിടെ വേറെ സ്ട്രക്ചറൽ പ്രോബ്ലംസ് ഒന്നും കാണാറില്ല. ഒരു മൈൽഡ് കംപ്രഷനെ കൊണ്ട് പ്രോപ്പറായിട്ട് ഇമ്പൾസുകൾക്ക് പാസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ടെമ്പററിലി ഉണ്ടാകുന്ന പ്രോബ്ലംസ് മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് ലെവൽ ഈസ് ആക്സോണോട്ടോമസിസ്.
ആക്സോണോട്ടോമസിസിൽ ന്യൂറൽ ട്യൂബ് ഈസ് ഇൻടാക്റ്റ്. ന്യൂറൽ ട്യൂബിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ബട്ട് ആക്സോൺസ് ആർ ഡിസ്റപ്റ്റഡ്. ആക്സോൺസ്, അതിൻ്റെ ഉള്ളിലുള്ള ആക്സോൺസിന് ഡിസ്റപ്ഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ നെർവ്സ് ആർ ലൈക്ലി ടു റിക്കവർ. ഇത് പെട്ടെന്ന് തന്നെ പരിഹരിച്ചാൽ നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലായിരിക്കും. സിവിയറിലേക്ക് പോകുമ്പോൾ അതിനെ നമ്മൾ ന്യൂറോട്ടോമസിസ് എന്നാണ് പറയുന്നത്. ന്യൂറോട്ടോമസിസ് കുറച്ചുകൂടെ സിവിയറാണ്. അവിടെ നെർവിൻ്റെ ട്രാൻസക്ഷൻ നടന്നിട്ടുണ്ടാവും. ദ ന്യൂറൽ ട്യൂബ് ഈസ് സിവിയേർഡ്. ന്യൂറൽ ട്യൂബ് കട്ടായിട്ട് അവിടെ കണ്ടിന്യൂവേഷൻ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഇഞ്ചുറീസ് ആർ ലൈക്ലി പെർമനൻറ്റ് വിത്തൗട്ട് റിപ്പയർ. ഒരു ഓട്ടോമാറ്റിക് റിപ്പയർ മീൻസ് ഒരു നാച്ചുറൽ റിപ്പയർ ഉണ്ടാവില്ല. അവിടെ നമ്മൾ സർജറിയോ എന്തെങ്കിലും ചെയ്തുകൊണ്ട് അതിനെ റിപ്പയർ ചെയ്യേണ്ട ഒരവസ്ഥയിലായിരിക്കും. അതായത് സിവിയർ പാറ്റേണിലായിരിക്കും ഇഞ്ചുറി ഉണ്ടാവുക. അതിനൊരു കട്ട് ഇഞ്ചുറി എന്ന് പറയും. അതിനാണ് നമ്മൾ ന്യൂറോട്ടോമസിസ് എന്ന് പറയുന്നത്. ഇൻ സുന്ദർലാൻഡ് ക്ലാസിഫിക്കേഷൻ there are type 1 to type 5 classifications are there. In type 1, that is equivalent to neuropraxia, local myelin damage with the nerve still intact. അതായത് മൈൽഡ് ഫോം ഓഫ് nerve injury. അതിനാണ് നമ്മൾ ടൈപ്പ് 1 എന്ന് പറയുന്നത്. ഇൻ ടൈപ്പ് 2, the continuity of axon is lost. The entoneurium, perineurium and epineurium remain intact. Loss of continuity of axons with Wallerian degeneration due to disruption of ആക്സോപ്ലാസ്മിക് ഫ്ലോ. ഇതിൻ്റെ ആക്സോൺസിന് പിന്നെ തകരാറുകൾ സംഭവിക്കുന്നത് കൊണ്ട് തന്നെ അവിടെ പിന്നെ വലേറിയൻ ഡീജനറേഷൻ സംഭവിക്കും. വലേറിയൻ ഡീജനറേഷനോ പക്ഷേ അതിൻ്റെ കണ്ടിന്യൂ എൻഡോന്യൂറിയത്തിനോ പെരിന്യൂറിയത്തിനോ എപ്പിന്യൂറിയ ഒക്കെ അത് ഇൻടാക്റ്റ് ആയിട്ട് നിൽക്കും. ഉള്ളിലുള്ള ആക്സോൺസിന് മാത്രമേ തകരാറ് സംഭവിക്കുന്നുള്ളൂ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ആക്സോണോട്ടോമസിസിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് സുന്ദർലാൻഡിൽ ടൈപ്പ് 2. ഇൻ ടൈപ്പ് 3 there are ടൈപ്പ് 2 വിത്ത് എൻഡോന്യൂറിയൽ ഇഞ്ചുറി. ടൈപ്പ് 2 തന്നെ എൻഡോന്യൂറിയൽ ഇഞ്ചുറിയും കൂടെ കൂടുകയാണെങ്കിൽ അതിനെ നമ്മൾ ടൈപ്പ് 3 എന്ന് പറയും. ടൈപ്പ് 4 എന്ന് പറയുന്നത് ടൈപ്പ് 2 വിത്ത് എൻഡോന്യൂറിയൽ ആൻഡ് പെരിന്യൂറിയൽ ഇഞ്ചുറി ബട്ട് ആൻഡ് ഇൻടാക്റ്റ് എപ്പിന്യൂറിയം. എപ്പിന്യൂറിയം അവിടെ ഉണ്ടാവും, അതായത് ഔട്ടർമോസ്റ്റ് കവറിങ് അവിടെ ഉണ്ടാവും. പക്ഷേ എൻഡോന്യൂറിയവും പെരിന്യൂറിയവും ഇഞ്ചുറി സംഭവിക്കുന്നതിനെ നമ്മൾ ടൈപ്പ് 4 എന്ന് പറയും. ദെൻ ടൈപ്പ് 5. Type 5 means that is equivalent to neurotomosis. Neurotomosisൽ complete physiological disruption of the entire nerve trunk. Neurotomosisൽ most probably early surgical intervention necessary. ഒരു നെർവ് സെൽസിന് ഇഞ്ചുറി സംഭവിച്ചാൽ നടക്കുന്ന പ്രോസസ്സുകൾ എന്തൊക്കെയാണ്? അവിടെ ഒരു നെർവ് സെൽ ബോഡിക്കാണ് ഇഞ്ചുറി സംഭവിക്കുന്നതെങ്കിൽ, ഒരു ഡാമേജ് സംഭവിക്കുന്നതെങ്കിൽ ആ ന്യൂറോൺസ് കംപ്ലീറ്റ് ആയിട്ട് നശിച്ചു പോകും. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലാകുമ്പോൾ ആ ന്യൂറോൺസ് അവിടെ നശിച്ചിട്ട് അവിടെ സ്കാർ ടിഷ്യൂ എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം ടിഷ്യൂസ് അവിടെ ഫില്ല് ചെയ്യും. നമ്മൾ മുറിക്കലയൊക്കെ സ്കാർ ടിഷ്യൂ എന്നാണ് പറയുക. അപ്പോൾ സ്കാർ ടിഷ്യൂ വന്ന് അവിടെ ഫില്ല് ചെയ്യും. പെരിഫറൽ നെർവ്സിലാണെങ്കിലും അതുപോലെ തന്നെ ആ നെർവ്സ് കംപ്ലീറ്റ് ആയിട്ട് നശിച്ചു പോയിട്ട് അവിടെ സ്കാർ ടിഷ്യൂ ഫില്ല് ചെയ്യും. ഇഫ് ദ ആക്സോൺ ഓഫ് ദ നെർവ് സെൽ ഈസ് ഡിവൈഡഡ്, ഡീജനറേഷൻ ചേഞ്ചസ് വിൽ ടേക്ക് പ്ലേസ് ഇൻ. അതായത് ഒരു ആക്സോണിന് ഒരു കട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്തൊക്കെ പ്രോസസ്സാണ് നടക്കുന്നത്? അപ്പോൾ അതിനെ നമുക്ക് 3 ഭാഗങ്ങളാക്കി തിരിക്കാം. ഡിസ്റ്റൽ സെഗ്മെൻറ്റ് ഓഫ് ദ ആക്സോൺ, പിന്നെ എ പോർഷൻ ഓഫ് ദ ആക്സോൺ പ്രോക്സിമൽ ടു ദ ഇഞ്ചുറി ആൻഡ് ദ സെൽ ബോഡി ഫ്രം വിച്ച് ദ ആക്സോൺ അറൈസസ്. അതായത് ആക്സോൺ കട്ടായി കഴിഞ്ഞാൽ ആക്സോണിന് ആ കട്ടായതിന് ശേഷമുള്ള ആഫ്റ്റർ ആയിട്ടുള്ള അതിന് നമ്മൾ ഡിസ്റ്റൽ പോർഷൻ എന്നാണ് പറയുക. അതിൻ്റെ തൊട്ട് മുമ്പുള്ള ഒരു പോർഷൻ, അതായത് അതിനെ പ്രോക്സിമൽ പോർഷൻ എന്ന് പറയും. അതുപോലെ തന്നെ ആ ആക്സോണുമായിട്ട് കണക്റ്റ് ആവുന്ന അല്ലെങ്കിൽ ഏത് സെൽ ബോഡിയിൽ നിന്നാണോ ആക്സോൺ വരുന്നത് ആ സെൽ ബോഡിയിൽ വരുന്ന ചേഞ്ചസ്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. Wallerian degeneration is the change that occurs to the site of damage of an axon. അതായത് വലേറിയൻ ഡീജനറേഷനെ പറ്റിയാണ് ഇവിടെ നമ്മൾ സംസാരിക്കുന്നത്. വലേറിയൻ ഡീജനറേഷൻ മീൻസ് ഒരു ഘട്ടം ഘട്ടമായിട്ട് നടക്കുന്ന പ്രോസസ്സാണ്. ഒരു ഇഞ്ചുറി ആക്സോണിൽ സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഡിസ്റ്റൽ സെഗ്മെൻറ്റിൽ നടക്കുന്ന ചേഞ്ചസ്, അതായത് എന്തൊക്കെയായിരുന്നു? ആക്സോൺ ബിക്കം സ്വള്ളൻ, ഇറഗുലർ, ദ ആക്സോൺ ബ്രോക്കൺ ഇൻ ടു ഫ്രാഗ്മെൻറ്റ്സ്. ആക്സോണ് വീർത്തു വരും, അതുപോലെ തന്നെ ഇറഗുലറായി മാറും, അതുപോലെ തന്നെ ഇത് ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ട് മാറും. അതുപോലെ തന്നെ ഈ അതിൻ്റെ ഉള്ളിലുണ്ടാകുന്ന ഡെബ്രിസ്, ഇൻഫ്ലമേറ്ററി ആക്ഷനെ കൊണ്ടുണ്ടാകുന്ന ഡെബ്രിസ് ഷ്വാൻ സെൽസും അതുപോലെ തന്നെ ടിഷ്യൂ മാക്രോഫേജസ് ഒക്കെ എൻഗുൾഫ് ചെയ്ത് കളയും. എൻറ്റയർ ആക്സോൺ ഈസ് ഡിസ്ട്രോയിഡ് വിത്തിൻ എ വീക്ക്. ഒരാഴ്ചക്കുള്ളിൽ അത് പിന്നെ കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ ഡിസ്റ്റൽ പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് നശിച്ചു പോകും. അതുപോലെ തന്നെ
myelin sheath is covered into lipid droplets. മൈലിൻ ഷീത്തിന് കംപ്ലീറ്റ് ലിപ്പിഡ് ഡ്രോപ്ലെറ്റ്സ് വന്ന് ഫില്ല് ചെയ്യും. ആ ഡ്രോപ്ലെറ്റ്സിനെയും എന്ത് ചെയ്യും, കുറച്ച് കഴിഞ്ഞാൽ ഈ മാക്രോഫേജസ് ഫാഗോസൈറ്റോസിസ് ചെയ്ത് കളയും. അതായത് സൈറ്റോസിസ് മീൻസ് അതിനെ ആ ഡെബ്രിസിനെ അല്ലെങ്കിൽ ആ ലിപ്പിഡ് ഡ്രോപ്ലെറ്റ്സിനെ കംപ്ലീറ്റ് ആയിട്ട് അത് വിഴുങ്ങിക്കളയും. ഇതെല്ലാം സംഭവിച്ചതിന് ശേഷം Schwann cell now begin to proliferate rapidly and axonal sprout grow from the proximal stump. അതായത് ഈ ഒരു ഡീജനറേഷൻ പ്രോസസ്സൊക്കെ നടന്നു കഴിഞ്ഞു. അവിടുന്ന് കംപ്ലീറ്റ് ആയിട്ട് ഫാഗോസൈറ്റോസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ, മീൻസ് ഈ മൈക്രോഫേജസ് ഫാഗോസൈറ്റോസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അതൊരു ട്യൂബ് പോലെ ഉണ്ടാവും. ആ ട്യൂബ് പോലെയുള്ള ഭാഗത്തിലൂടെ അതിൻ്റെ പ്രോക്സിമൽ എൻഡിൽ നിന്ന് ഒരു മുഴ പോലെ, ഒരു സ്റ്റമ്പ് എന്നതിന് പറയാം, ഒരു മുഴ പോലെ അത് വളർന്നിങ്ങനെ വന്ന് അത് ആ കുഴലിൻ്റെ ഉള്ളിലൂടെ വളർന്നു വരും. അതിനാണ് നമ്മൾ റീജനറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ റീജനറേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ അത് എൻഡ് ഓർഗനിലേക്ക് എത്തും. വളരെ സ്ലോ ആയിട്ടാണ് ആ സ്റ്റമ്പ് വളർന്നു വരിക. അപ്പോൾ അതിന് ദിവസങ്ങളെടുക്കും. അത് ഡിസ്റ്റൽ സ്റ്റമ്പിലൂടെ വളർന്നു വന്ന് അതിൻ്റെ എൻഡ് ഓർഗനിലേക്ക് എത്തും. ഇനി അങ്ങനെ ഒരു റീജനറേഷൻ നടന്നിട്ടില്ലെങ്കിൽ പിന്നീട് അവിടെ നടക്കുന്നത് ഈ ഫൈബ്രസ് ടിഷ്യൂസൊക്കെ വന്നിട്ട് അവിടെ ഫില്ല് ചെയ്തിട്ട് ഒരു അത് കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ റീജനറേഷനെ ബ്ലോക്ക് ആക്കും. ഓക്കെ. The changes in the proximal segment of the axons are similar to those that take place in the distal segment. ഡിസ്റ്റൽ സെഗ്മെൻറ്റിൽ നടക്കുന്ന അതേ ഡീജനറേറ്റീവ് ചേഞ്ചസ് തന്നെയാണ് പ്രോക്സിമൽ സെഗ്മെൻറ്റിൽ നടക്കുന്നത്. പക്ഷേ പ്രോക്സിമൽ സെഗ്മെൻറ്റിൽ നടക്കുന്ന ഡീജനറേറ്റീവ് ചേഞ്ചസ് അതിൻ്റെ തൊട്ട് മുമ്പുള്ള നോഡ് ഓഫ് റാൻവെയർ വരെ നടക്കുന്നുള്ളൂ. അതായത് മുഴുവനായിട്ട് നടക്കുന്നില്ല എന്നർത്ഥം. That extended only proximally above the lesion as far as the first node of Ranvier. Management of a peripheral nerve injury varies depending on type and degree of the nerve injury. If a nerve is not healing properly, surgery may be required to repair the damaged section. Physiotherapy is very important to promote the recovery of peripheral nerve injuries. Main goals of physiotherapy management in peripheral nerve injury is maintaining muscle length, joint range of movement, maintaining nerve integrity, increase muscle strength, increase sensation, and manage neuropathic pain. The brachial plexus is a group of nerves that come from the spinal cord in the neck and travel down to the arm. These nerves control the muscles of the shoulder, elbow, wrist and hand, as well as provide feeling in the arm. Mechanisms of injury to the brachial plexus. First one is traction, direct trauma and compression. Traction means direct blow to the shoulder with the neck laterally flexed towards the unaffected shoulder. ഈ പിക്ചറിൽ കാണുന്ന പോലെ. Direct trauma is direct blow to the supraclavicular fossa over ear point. Then compression
occurs when the neck is flexed laterally towards the patient's affected shoulder, compressing, irritating the nerves, resulting in point tenderness over involved vertebra of the affected nerve. See this picture, upper brachial plexus injury and lower brachial plexus injury. Upper brachial plexus injury, otherwise known as ERB'S palsy, lower brachial plexus injury is known as Klumpke palsy. Site of injury of ERB'S paralysis is the region of the upper trunk of the brachial plexus is called ERB'S point. Injury to the upper trunk causes ERB'S paralysis. Causes of injury: undue separation of the head from the shoulder, which is commonly encountered in birth injury, fall on shoulder, or during anesthesia. Nerve root involved are mainly C5 and partly C6. Biceps, deltoid, brachialis and brachioradialis are paralyzed and partially supraspinatus, infraspinatus and supinator are also paralyzed in this ERB'S paralysis. Deformity seen in ERB'S paralysis in arm: hangs by the side, it is adducted and medially rotated. In forearm, extended and pronated. Abduction impossible because of the paralysis of deltoid and supraspinatus. External rotation is impossible because of the paralysis of the infraspinatus and teres minor muscle. The deformities seen in ERB'S palsies are known as policeman's tip or porter's tip hand. Next is Klumpke palsy. Site of injury is lower trunk of the brachial plexus. Cause of injury is undue abduction of the arm. എവിടെയെങ്കിലും ഉയരത്തിൽ നിന്ന് വീഴുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആമും ട്രങ്കും തമ്മിൽ സ്ട്രെച്ചിങ് വരും. ആ സ്ട്രെച്ചിങ് വരുന്ന സമയത്ത് അത് ലോവർ ട്രങ്കിനെ അഫക്റ്റ് ചെയ്യും. നെർവ് റൂട്ട് ഇൻവോൾവ്ഡ് ആർ മെയിൻലി T1 ആൻഡ് പാർഷ്യലി C8. Muscle paralyzed are intrinsic muscles of the hand and ulnar flexors of the wrist and fingers. Deformity seen in Klumpke palsies are claw hand due to the unopposed action of the long flexors and extensors of the fingers. In claw hand, there is hyperextension at the metacarpophalangeal joint and flexion at the interphalangeal joint. Disability seen in Klumpke palsy is claw hand. Continuous anesthesia and analgesia in a narrow zone along the ulnar border of the forearm and hand is also seen. Typical deformities of various peripheral nerves: wrist drop seen in radial nerve injury, claw hand seen in ulnar nerve injury, foot drop seen in lateral popliteal nerve injury or common peroneal nerve injury, ape thumb deformity seen in median nerve injury, winging of scapula seen in thoracodorsal nerve injury, and pointing index seen in median nerve injury.